കപ്പ വെച്ചിട്ട് പല വെറൈറ്റി ഡിഷുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് പാൽ കപ്പ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് കപ്പ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കി ഒരു കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പൂടെ ചേർത്ത് അടച്ചു വെച്ച് കുക്കറിൽ 2 വിസിൽ വരുന്നത് വരെ വേവിച്ചിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് വറവിടാൻ ആവശ്യമായിട്ടുള്ള മിക്സ് റെഡിയാക്കിയിട്ടെടുക്കാം. അതിന് വേണ്ടി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 8 ചെറിയ ഉള്ളിയും 3 വെളുത്തുള്ളി, 5-6 കാന്താരി അല്ലെങ്കിൽ പച്ചമുളകായാലും മതി. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കാം. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള കപ്പയൊന്ന് വെള്ളമൊക്കെ ഒന്ന് വാർത്ത് വിട്ടെടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഉടച്ചിട്ടെടുക്കണം. ഇനി ഇതിലേക്ക് തേങ്ങയുടെ 2ാം പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം നേരത്തെ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി വെളുത്തുള്ളി പേസ്റ്റ് എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇലയും 2-3 വറ്റൽമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വറുത്തതിന് ശേഷം നമ്മുടെ കപ്പ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കണം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1ാം പാലാണ്. ഇത് ചേർത്ത് അധിക നേരം തിളയ്ക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ചൂടായി മതി. ഇനി നമുക്കിത് കാണുമ്പോൾ വെള്ളം പോലെ ഇരിക്കും. പക്ഷേ കപ്പ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് കുറുകി കിട്ടും. അതുകൊണ്ട് ഇത് ലൂസായതുപോലെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൽക്കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കിയിട്ടെടുക്കാൻ പറ്റും. സാധാരണ കപ്പ ഉണ്ടാക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതുപോലെ തേങ്ങാപ്പാൽ ചേർത്ത് നമുക്ക് പാൽക്കപ്പ ഉണ്ടാക്കിയിട്ടെടുക്കാം. ഇതിൻ്റെ കൂടെ നല്ല മീൻ കറിയോ ബീഫ് കറിയോ ഒക്കെ കൂട്ടിയിട്ട് കഴിക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെട്ട ഈ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.